എളുപ്പം പഠിക്കാം, വിജയിക്കാം. ലോഗോസ് ക്വിസ് 2025 ചോദ്യ ഉത്തരങ്ങൾ പാലാവിഷൻ ചാനലിൽ. തീവ്ര പഠന പരിശീലനം, 35 അധ്യായങ്ങൾ, 35 ദിവസങ്ങൾ. ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക എന്നത് എങ്ങനെയാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്? സാധ്യമല്ല, സാധ്യമാണ്, ചിലപ്പോൾ സാധ്യമാണ്, അസാധ്യമാണ്. ഉത്തരം അസാധ്യമാണ്. ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അവനെ ശിക്ഷിക്കുക, അവനോട് ക്ഷമിക്കുക, കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുക, അവനെ ഉപദേശിക്കുക. ഉത്തരം കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുക. സഹോദരൻ തെറ്റ് ചെയ്താൽ അവനോട് എങ്ങനെ പ്രതികരിക്കണം? ഉടനെ തന്നെ ശിക്ഷിക്കുക, അവനെ ശാസിക്കുകയും പശ്ചാത്തപിച്ചാൽ ക്ഷമിക്കുകയും ചെയ്യുക, അവനെ അവഗണിക്കുക, അവനോട് ദേഷ്യപ്പെടുക. ഉത്തരം അവനെ ശാസിക്കുകയും പശ്ചാത്തപിച്ചാൽ ക്ഷമിക്കുകയും ചെയ്യുക. ദിവസത്തിൽ എത്ര പ്രാവശ്യം ഒരാൾ പാപം ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കണം? 3 പ്രാവശ്യം, 5 പ്രാവശ്യം, 7 പ്രാവശ്യം, 10 പ്രാവശ്യം. ഉത്തരം 7 പ്രാവശ്യം. അപ്പസ്തോലന്മാർ കർത്താവിനോട് എന്ത് വർദ്ധിപ്പിക്കാനായി അപേക്ഷിച്ചു? സ്നേഹം, വിവേകം, വിശ്വാസം, ശക്തി. ഉത്തരം വിശ്വാസം. ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ സിക്കിമിൻ വൃക്ഷത്തോട് എന്തു ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കും? പൂവിടാൻ, കായ്ക്കാൻ, ചുവടോടെ ഇളകി കടലിൽ ചെന്നു വേരുറയ്ക്കാൻ, വളരാൻ. ഉത്തരം ചുവടോടെ ഇളകി കടലിൽ ചെന്നു വേരുറയ്ക്കാൻ. ഭൃത്യൻ വയലിൽ നിന്നും തിരിച്ചു വരുമ്പോൾ സാധാരണഗതിയിൽ ഉടനെ ഭക്ഷണം കഴിക്കാൻ പറയുമോ അതോ പരിചരിക്കാൻ പറയുമോ? ഉടനെ ഭക്ഷണം കഴിക്കാൻ പറയും, എന്നെ പരിചരിക്കാൻ പറയും, വിശ്രമിക്കാൻ പറയും, കുളിക്കാൻ പറയും. ഉത്തരം എന്നെ പരിചരിക്കാൻ പറയും. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നന്ദി പറയുമോ? പറയും, പറയില്ല, ചിലപ്പോൾ പറയും, നിർബന്ധമില്ല. ഉത്തരം പറയില്ല. കടമ നിർവഹിച്ചതിനു ശേഷം നമ്മൾ സ്വയം എങ്ങനെ വിശേഷിപ്പിക്കണം എന്നാണ് പറയുന്നത്? ഞങ്ങൾ ഉത്തമ ദാസന്മാരാണ്, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, ഞങ്ങൾ വിശ്വസ്ത ദാസന്മാരാണ്, ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഉത്തരം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്. ഈശോ എവിടേക്കുള്ള യാത്രയിലായിരുന്നു? ഗലീലയിലേക്ക്, സമരിയായിലേക്ക്, ജെറുസലേമിലേക്ക്, കഫർനഹൂമിലേക്ക്. ഉത്തരം ജെറുസലേമിലേക്ക്. ഈശോയെ കണ്ടുമുട്ടിയ കുഷ്ഠരോഗികൾ എത്ര പേരായിരുന്നു? 5 പേർ, 7 പേർ, 8 പേർ, 10 പേർ. ഉത്തരം 10 പേർ. കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ
ഈശോ അവരോട് എന്തു ചെയ്യാനാണ് പറഞ്ഞത്? വീടുകളിലേക്ക് മടങ്ങാൻ, പുരോഹിതന്മാർക്ക് സ്വയം കാണിച്ചു കൊടുക്കാൻ, തൻ്റെ പിന്നാലെ വരാൻ, പ്രാർത്ഥിക്കാൻ. ഉത്തരം: പുരോഹിതന്മാർക്ക് സ്വയം കാണിച്ചു കൊടുക്കാൻ. സുഖം പ്രാപിച്ചതിനു ശേഷം ഈശോയോട് നന്ദി പറയാൻ തിരിച്ചു വന്നത് ആരായിരുന്നു? ഒരു ജൂതൻ, ഒരു ഫരിസേയൻ, ഒരു സമറിയാക്കാരൻ, ഒരു റോമാക്കാരൻ? ഉത്തരം: ഒരു സമറിയാക്കാരൻ. ദൈവരാജ്യം എങ്ങനെയാണ് വരുന്നത് എന്ന് ഈശോ ഫരിസേയരോട് പറഞ്ഞു. പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെ, ആരും പറയാതെ, നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്, ശക്തിയോടെ. ഉത്തരം: നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. മനുഷ്യപുത്രൻ്റെ ആഗമനം എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? സൂര്യോദയം, മിന്നൽ പിണർ പ്രകാശിക്കുന്നത്, കൊടുങ്കാറ്റ്, മഴ? ഉത്തരം: മിന്നൽ പിണർ പ്രകാശിക്കുന്നത്. മനുഷ്യപുത്രൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് അവന് എന്ത് സംഭവിക്കേണ്ടിയിരിക്കുന്നു? ജനങ്ങൾ അവനെ അംഗീകരിക്കണം, അവനൊരു രാജാവായി വാഴണം, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യണം. ഉത്തരം: അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യണം. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ വയലിൽ ആയിരിക്കുന്നവൻ എന്ത് ചെയ്യരുത്? ഓടരുത്, പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്, കൃഷി ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. ഉത്തരം: പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. സ്വന്തം ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവന് എന്തു സംഭവിക്കും? അത് നിലനിർത്തും, അത് നഷ്ടപ്പെടുത്തും, അത് വർദ്ധിപ്പിക്കും, അത് സുരക്ഷിതമാക്കും. ഉത്തരം: അത് നഷ്ടപ്പെടുത്തും. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് ആര് പറഞ്ഞു? ഫരിസേയർ, ശിഷ്യന്മാർ, ഈശോ, 10 കുഷ്ഠരോഗികൾ? ഉത്തരം: ശിഷ്യന്മാർ. ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്നു ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ എന്ന് ആരാണ് ചോദിച്ചത്? അപ്പസ്തോലന്മാർ, പുരോഹിതന്മാർ, യേശു, കുഷ്ഠരോഗികൾ? ഉത്തരം: യേശു. ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും എന്ന് ആരാണ് പറഞ്ഞത്? അപ്പസ്തോലന്മാർ, യേശു, ഫരിസേയർ, ലോത്ത്? ഉത്തരം: യേശു. മനുഷ്യപുത്രൻ്റെ ദിവസങ്ങൾ ആരുടെ ദിവസങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? മോശയുടെ ദിവസങ്ങൾ, ദാവീദിൻ്റെ ദിവസങ്ങൾ, നോഹയുടെ ദിവസങ്ങൾ, അബ്രാഹാമിൻ്റെ ദിവസങ്ങൾ? ഉത്തരം: നോഹയുടെ ദിവസങ്ങൾ. ലോത്തിൻ്റെ നാളുകളിൽ എന്താണ് സംഭവിച്ചത്? മരങ്ങൾ നട്ടു, വീടുകൾ പണിതു, തീയും ഗന്ധകവും പെയ്തു നശിപ്പിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി. ഉത്തരം: തീയും ഗന്ധകവും പെയ്ത് നശിപ്പിച്ചു. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അവൾക്ക് സന്താനങ്ങളുണ്ടായതിനെക്കുറിച്ച്, അവൾ ഉപ്പുതൂണായി മാറിയതിനെക്കുറിച്ച്, അവൾ നഗരം വിട്ടുപോകുന്നതിനെക്കുറിച്ച്, അവൾക്ക് ദീർഘായുസ്സുണ്ടായതിനെക്കുറിച്ച്?
ഉത്തരം അവൾ ഉപ്പു തൂണായി മാറിയതിനെക്കുറിച്ച്. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ ആരെല്ലാമാണ് നശിപ്പിക്കപ്പെട്ടത്? വിശ്വാസികൾ മാത്രം, പാപികൾ മാത്രം, സകലതും, മൃഗങ്ങൾ മാത്രം? ഉത്തരം സകലതും. നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കിമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേടുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഈ വാക്യം ഏത് അധ്യായത്തിലെ എത്രാം വാക്യമാണ്? ലൂക്കാ 17:6, ലൂക്കാ 17:20, ലൂക്കാ 16:23, ലൂക്കാ 18:22? ഉത്തരം ലൂക്കാ 17:6. ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്നു ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? ഈ വാക്യം ഏത് അധ്യായത്തിലെ എത്രാം വാക്യമാണ്? ലൂക്കാ 18:17, ലൂക്കാ 17:18, ലൂക്കാ 16:18, ലൂക്കാ 17:24? ഉത്തരം ലൂക്കാ 17:18. ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. ഈ വാക്യം ഏത് അധ്യായത്തിലെ എത്രാം വാക്യമാണ്? ലൂക്കാ 18:37, ലൂക്കാ 17:37, ലൂക്കാ 17:27, ലൂക്കാ 20:40? ഉത്തരം ലൂക്കാ 17:37. എളുപ്പം പഠിക്കാം, വിജയിക്കാം.